ഒരു സ്ത്രീ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അവൾക്കെതിരെ ആരെങ്കിലും അതിക്രമം കാണിക്കുകയോ അവളെ ശല്യപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ അവരത് ബസ്സിലെ കണ്ടക്ടറെ അറിയിക്കണം. അന്നേരം തന്നെ കണ്ടക്ടർ അദ്ദേഹത്തിന്റെ കൈവശം സൂക്ഷിച്ചിട്ടുള്ള ഒരു ഫോറം എടുത്ത് അത് പൂരിപ്പിക്കുകയും ശല്യത്തിനിരയായ വനിതയുടെ ഒപ്പുവാങ്ങി ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങൾ പോലീസ് നോക്കിക്കൊള്ളും. CWA ഫോറം എന്നാണ് ഇതിന് പറയുക. ബസ്സിൽ വെച്ച് ആരുടെയെങ്കിലും അതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകൾ ചെയ്യേണ്ട വ്യവസ്ഥാപിതമായ രീതിയാണ് ഇത്. 14/11/2014 മുതൽ കേരളത്തിൽ ഈ നിയമത്തിനാണ് പ്രാബല്യമുള്ളത്. ഇത് സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ 703/2014 ചേർത്തിട്ടുണ്ട്. നിയമം ഇങ്ങനെയായിരിക്കെ അത് അനുവർത്തിക്കാതെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവർ പിന്നീട് അതിനുള്ള മറുപടി പറയേണ്ടി വരും. നമ്മൾ നിയമത്തെ രക്ഷിക്കുകയാണെങ്കിൽ നിയമം നമ്മളെയും രക്ഷിക്കും എന്നാണ്. ലീഗൽ പ്രസത്തിനൊപ്പം സഞ്ചരിക്കുന്ന വനിതകളും പെൺകുട്ടികളും നിയമപരമായ മാർഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇനി ബസ്സിലെ കണ്ടക്ടർ CWA ഫോറം നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് ഹെൽപ്പ് ലൈനിൽ അറിയിച്ചാൽ ഏറ്റവും തൊട്ടടുത്തുള്ള കൺട്രോൾ റൂം വെഹിക്കിൾ നമ്മുടെ സഹായത്തിനെത്തും. കണ്ടക്ടറെ കൂടി പ്രതി ചേർത്ത് കേസെടുക്കുകയും ചെയ്യും. കാരണം ബസ്സിൽ വെച്ച് വനിതകൾക്കും പെൺകുട്ടികൾക്കും എതിരായി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട നിയമപരമായ ഉത്തരവാദിത്തം ഓരോ കണ്ടക്ടർക്കും ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് അതിക്രമത്തിന് ഇരയാകുന്നതെങ്കിൽ ഫോറം കണ്ടക്ടർ തന്നെ ഒപ്പിട്ട് പോലീസിന് കൈമാറണം. കണ്ടക്ടർമാർ ഡ്യൂട്ടി സമയത്ത് CWA ഫോറം കയ്യിൽ കരുതിയിരിക്കണം എന്നാണ് നിയമത്തിൽ. അങ്ങനെ CWA ഫോറം കയ്യിൽ കരുതാതെ ഡ്യൂട്ടിക്ക് കയറുന്ന കണ്ടക്ടറുടെ കണ്ടക്ടർ ലൈസൻസ് റദ്ദാക്കപ്പെടും. അതോടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അപ്പോഴെങ്ങനെ വീഡിയോ എടുക്കുന്നോ അതോ CWA ഫോറം ഒപ്പിടുന്നു?